ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ. നമ്മൾ എറണാകുളത്താണ്. ഇപ്പോൾ ഈ പരിസരമൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഹിൽ പാലസിലേക്ക് പോയതാണ് കേട്ടോ. കുറേ നമ്മുടെ ആങ്ങളയുടെ വീട് അവിടെയാണ്. കുറേ നാളായിട്ട് അതിൻ്റെ വാതിക്ക് ഇങ്ങനെ മുന്നിലൂടെ പോകുമ്പോൾ എപ്പോഴും കയറാമെന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ നമ്മൾ കയറി. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ആങ്ങളെയും മക്കളും ഒക്കെ ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ല. അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. എവിടെ നിന്നാലും നല്ല ഫോട്ടോസ് കിട്ടും നമുക്ക്. ഇത് കണ്ട. പക്ഷേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു മാതിരിപ്പെട്ട എല്ലാവർക്കും പരിചയമായ ഒരു സ്ഥലമാണ്. നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ആ കണ്ടെടുത്ത് നമ്മുടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് വരിക. ബാഗ് അകത്തേക്ക് കയറ്റാം. ഒരു അതിഥിയെ കണ്ടോ, പുരാവസ്തു ഒന്നുമല്ല കേട്ടോ. ഇപ്പം വിരിഞ്ഞിറങ്ങിയതാണെന്ന് തോന്നുന്നു. ഉടുമ്പാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാം. നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് മൊബൈൽ അലൗഡാണ്. നമ്മൾ കൊട്ടാരത്തിന് മുകളിലേക്ക് കയറുകയാണ്. പക്ഷേ ഫോട്ടോസ് എടുക്കുന്ന വ്യാജന എല്ലാവരും വീഡിയോസാണ് എടുക്കുന്നത്. കണ്ട, നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഇരിപ്പിടാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ ശോഭന നടന്നു പോയ ഒരു ഓർമ്മയുണ്ട്. മണിച്ചിത്രത്താഴ് ഫിലിമിൽ ഇതാ ഒരു ആന. നമ്മുടെ ചെക്കൻ ആന പിന്നെ കണ്ടാൽ വിടില്ല കേട്ടോ. ഇത് ആമാടപ്പെട്ടി. ഇവിടെ കണ്ടപ്പോൾ എന്തോ ഒരു ഓർമ്മ, എന്തോ ആ ജനലിൽ കൂടി നമ്മുടെ ശോഭന നോക്കുന്ന പോലെയൊക്കെ എനിക്കൊരു ഫീല്. ഇത് പഴയ ടൈപ്പ്, പഴയ രാജാക്കന്മാരുടെ രഥം, അതുപോലുള്ള സാധനങ്ങളാണ്. കുറച്ച് ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. കുഞ്ഞുകുട്ടികളിങ്ങനെ കൗതുകത്തോടെ നോക്കും, അത്രയേ ഉള്ളൂ. ഇവരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ഇതായിരുന്നു തോന്നുന്നു കേട്ടോ. മാനിൻ്റെ കൂടെ കളിക്കുക. അവർക്ക് ഒട്ടും ഭക്ഷണം കിട്ടാത്ത മാനാണെന്ന് തോന്നുന്നു, പാവങ്ങൾ. അതുങ്ങൾ ഞങ്ങൾ വരുമ്പോഴേ എല്ലാവരും പൂ കൊടുത്തിട്ട് ഇത് കഴിക്കുന്നുണ്ട്, ഇല കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ദിവസം ഐസ്ക്രീം കഴിച്ചിട്ട് അതിൻ്റെ കോൺ ഒക്കെ ആൾക്കാർ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുങ്ങൾ ഓടി വരികയാണ്, എന്നിട്ട് മത്സരിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. ഫുഡ് കൊടുക്കുന്നുണ്ടാവും, എന്തോ അറിയില്ല. നമ്മൾ ഓടി വരിക. രണ്ടുപേരും എപ്പോഴും ഒന്ന് നിൽക്കുമായിരുന്നു. ഏറ്റവും ദിവസം ഇടിയായി ഇലയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതായിരുന്നു കുഞ്ഞുങ്ങളുടെ ഒരു ഫേവറേറ്റ് പാർട്ട്, ഈ മാനുകളുടെ കൂടെയുള്ള കളി. ഒരു ഐസ്ക്രീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇനയെ കാണിക്കുന്നുണ്ട്. ഇനയെ അവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെക്കേഷൻ എൻജോയ് ചെയ്യുക, സേഫ്ലി എൻജോയ്. ഓക്കെ, താങ്ക് യു.